കാനഡയിലെ സ്കൂളുകൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഈ വീഡിയോയിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 3 സ്കൂൾ തുറന്നത്. കുറച്ച് നാളായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഓപ്പൺ ഹൗസ് വെച്ചിരിക്കുകയാണ്. അതായത് പാരൻസിനൊക്കെ സ്കൂളൊക്കെ വന്ന് കാണാനും ടീച്ചേഴ്സിനൊക്കെ കണ്ട് പരിചയപ്പെടാനും പ്രോഗ്രസ് അറിയാനൊക്കെയുള്ള ഒരു ഡേ. പഴയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്നൊക്കെ കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങിയല്ലേ. പക്ഷേ എല്ലാ മാറ്റങ്ങളും ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് അത്യാവശ്യം തന്നെ. സ്കൂളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള സ്കൂളിൻ്റെ കൺസെപ്റ്റ് തന്നെ മാറിപ്പോയിരിക്കുന്നു. കൂടുതലായിട്ടും ഇൻഡിപെൻഡൻസ് സ്റ്റഡി പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം കുട്ടികൾക്കിവിടെ വളരെ ഫ്രീഡമാണ്. പണ്ടൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള ഒരു ഭയം ഡിസിപ്ലിനൊന്നും അത്രയധികം ഉണ്ടോ എന്ന് തോന്നുന്നില്ല. പക്ഷേ ഡിസിപ്ലിനോട് കൂടിയാണ് ഇവിടെ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. ഭാരതീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വെച്ച് നോക്കുമ്പോൾ ഗുരുകുല സമ്പ്രദായമാണ് നമ്മുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമായിട്ടൊന്നും നമ്മൾ കമ്പയർ ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. ഇതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് തോന്നില്ല. ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്കെല്ലാം തന്നെ ടീച്ചറിനോട് ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻ്റാണ്. ഒരു അറിവും എക്സ്പീരിയൻസും കേടുന്നതിന് അനുസരിച്ച് ടീച്ചേഴ്സ് കുട്ടികളുടെ ലെവലിലേക്ക് വന്നു തുടങ്ങിയ ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അവർ കുട്ടികളോട് വളരെ അറ്റാച്ച്ഡ് ആണ്. ഓരോ കുഞ്ഞു ഹൃദയത്തിനെയും മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ ഉള്ളിലുള്ള ഒളിഞ്ഞിരിക്കുന്ന ആന്തരികമായിട്ടുള്ള ഓരോ കഴിവുകളും പുറത്തു കൊണ്ടുവരാനാണ് ഓരോരുത്തരുടെയും ശ്രമമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഇന്നിവിടെ പാരൻസിനെ കൊണ്ടുവരാനും സ്കൂളൊക്കെ ചുറ്റി കാണിക്കാനൊക്കെ ആയിട്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇതാണ് അവരുടെ ഒരു ദിവസത്തെ ടൈം ടേബിൾ കേട്ടോ. കൂടുതൽ സമയം കളികളിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. സ്കൂളിൽ വെച്ച് തന്നെ ലാപ്ടോപ്പുകളൊക്കെ കൊടുക്കും. അവർക്ക് അവിടെ യൂസ് ചെയ്ത് അവിടെ തന്നെ വെച്ച് പോരാവുന്നതേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസൊക്കെ ഏൽപ്പിച്ചു കൊടുക്കും കേട്ടോ. അതാണ് ബോർഡിൽ കണ്ടത്. കാലാവസ്ഥ പലപ്പോഴും അൺസ്റ്റേബിൾ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ സ്കൂളിനുള്ളിൽ അവർ വേറെ ഷൂസ് ഉപയോഗിക്കണം. പിന്നെ കമ്പൈൻ സ്റ്റഡി ഒക്കെ ആയിട്ട് ഒരു പ്രൈവറ്റ് സ്റ്റഡി റൂം വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു ഓപ്പൺ റൂം കൺസെപ്റ്റിലാണ് ക്ലാസ് റൂമുകളെല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്കൂളിൽ നിന്ന് ചെയ്യേണ്ട എല്ലാ ആക്ടിവിറ്റീസിനും വേണ്ട എല്ലാ മെറ്റീരിയൽസും അവിടെ നിന്ന് തന്നെ സപ്ലൈ ചെയ്യാണ്. അത് അവിടെ തന്നെ വെച്ച് പോരുകയും ചെയ്യും. ചെറിയ ചെറിയ സ്നാക്സും അവൈലബിൾ ആണ് ഓരോ ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിലും. പഠനത്തോടൊപ്പം ആരോഗ്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേക ജിമ്മും കാര്യങ്ങളും തന്നെ സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ക്ലാസ്സിനുള്ളിൽ ചിലപ്പോൾ ടയർഡൊക്കെ ആണെങ്കിൽ തന്നെ അത്യാവശ്യം ട്രാമ്പലിൽ 2 ചാട്ടൊക്കെ ചാടി ഇരിക്കാനുള്ള സൗകര്യവും ചില ക്ലാസ് റൂമുകളിലൊക്കെ കണ്ടു. വായനാശീലം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും അവിടെ ഫയലുകളിലായിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. ഒരുക്കി പറഞ്ഞ സാഹചര്യം നല്ല ഫ്രീ ആയിട്ട് തന്നെ ഗവൺമെൻറ് ഒരുക്കി തരും. പഠിക്കേണ്ടത് കുട്ടികളുടെ കടമ മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് സ്കൂൾ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം.